മദ്യം, പാൻ മസാല, രാസലഹരി പദാർത്ഥങ്ങൾ തുടങ്ങിയ മുഴുവൻ വസ്തുക്കളുടെയും ഉൽപാദനവും വിതരണവും. പലരും വിചാരിക്കുന്ന തമാശകൾക്കപ്പുറം ഞാൻ BA കഴിഞ്ഞ് MA കഴിഞ്ഞ് ഇപ്പോൾ CA പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് അഭിമാനത്തോടെ ഉള്ളിലേക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ വിശ്വസിച്ചിട്ട് കഴിഞ്ഞിട്ടില്ല. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇവിടെ വരാനും നിങ്ങളൊക്കെ കാണാനും സാധിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട്. കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അവിടെ ഇരിക്കുമ്പോൾ ഇവിടുന്ന് സംസാരിക്കുമ്പോൾ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും ഇങ്ങനൊരു ചടങ്ങിൽ ഇവിടെ പങ്കെടുക്കാൻ വരാൻ സാധിച്ചതിന് വളരെ സന്തോഷം. ഈശ്വരനോട് നന്ദി പറയുന്നു. 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലൊക്കെ ഉയർന്ന മാർക്ക് വാങ്ങിച്ചിട്ടുള്ള കുട്ടികളെ അനുമോദിക്കുന്ന ഒരു ചടങ്ങിൽ അതിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിന് വളരെ സന്തോഷം. എന്താ പറയുക, ഞാൻ വളരെ അപൂർവം മാത്രം ഫംഗ്ഷനിലൊക്കെ പോകുന്ന ഒരാളാണ്. പക്ഷെ ഇന്നിവിടെ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ട്രസ്റ്റിൻ്റെ ചെയർമാൻ തന്നെയാണ്. സാലിക്ക അദ്ദേഹത്തിൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഞങ്ങളുടെ കുടുംബം തന്നെയാണ്. അപ്പോൾ ഒരു ഫംഗ്ഷന് വേണ്ടി അങ്ങനെ വിളിക്കുമ്പോൾ ഒരിക്കലും അതിനെ നോ പറയാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ഈ നാട്ടുകാരുടെ നിങ്ങളുടെ അടുത്ത് ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല എന്നറിയാം. എങ്കിലും ഇനിയും അദ്ദേഹം ചെയ്യുന്ന ഒരുപാട് നല്ല നല്ല സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന നല്ല നല്ല പ്രവൃത്തികളൊക്കെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. കുറേയൊക്കെ ഞങ്ങൾ അനുഭവിച്ചിട്ട് അറിഞ്ഞിട്ടുണ്ട്, ഞാനും എൻ്റെ കുടുംബമൊക്കെ. ഇനിയും അതിനുള്ള കരുത്ത് ഈശ്വരൻ കൊടുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് അവിടെ പ്രാർത്ഥിക്കുന്നു. ഒപ്പം നല്ല മാർക്കുകളൊക്കെ വാങ്ങിച്ചിട്ടുള്ള എല്ലാ മക്കൾക്കും ഇനിയും അവരവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നു. നന്ദി. ഏറ്റുവാങ്ങാനുള്ള സ്കൂളുകളുടെ പേരുകൾ നമ്മൾ അനൗൺസ് ചെയ്യുകയാണ്. ടീച്ചേഴ്സ് അടുത്ത സ്കൂൾ എത്രയും പെട്ടെന്ന് റെഡിയാവുക. സ്കൂൾ കഴിയുമ്പോ അല്ലേ, സ്കൂളിലെ ടീച്ചേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. വിദ്യാർത്ഥികളോട് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് അവരെയും അഭിനന്ദിക്കുകയാണ്. 100% വിജയം കരസ്ഥമാക്കാൻ അവരെ ഒരുക്കിയ വളരെ വളരെ എഫിഷ്യന്റ് ആയ ടീച്ചേഴ്സ്, അവർ അത്രത്തോളം ബ്രില്യന്റ് ആയിട്ടാണ് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത സ്കൂൾ ദയവായിട്ട് വേദിയിലേക്ക് വരിക. അടുത്ത വിദ്യാലയത്തിലെ അധ്യാപകർ ദയവായി വേദിയുടെ ഭാഗമാവുക. ഈ പുരസ്കാരം ഏറ്റുവാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മലയാളത്തിന്റെ സ്വന്തം തിളക്കമായ കാവ്യമാധവന്റെ കയ്യിൽ നിന്നും നക്ഷത്ര തിളക്കം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി CP ട്രസ്റ്റിന്റെ പ്രത്യേക ക്ഷണപ്രകാരം എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വിശിഷ്ടാതിഥികളുടെയും സാന്നിധ്യത്തിൽ നമ്മൾ 100% വിജയം കരസ്ഥമാക്കിയ സ്കൂളുകളെ ആദരിക്കുകയാണ്. അടുത്ത വിദ്യാലയം SN വിദ്യാഭവൻ. അടുത്ത സ്കൂൾ ദയവായിട്ട് വേദിയിലേക്ക് വരിക. ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ നാട്ടിക. ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ നാട്ടിക. കൺഗ്രാറ്റുലേഷൻസ്. അവിടെ നിന്ന് എത്തിയിരിക്കുന്ന അധ്യാപകർ ദയവായി വേദിയിലേക്ക് വരിക. ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ നാട്ടിക. അഭിനന്ദനങ്ങൾ നേരെയാണ് ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ നാട്ടിക. അലക്സ പബ്ലിക് സ്കൂൾ. കൺഗ്രാറ്റുലേഷൻസ്. വേദിയിൽ ഇപ്പോൾ ഉള്ളത് അലക്സ പബ്ലിക് സ്കൂൾ ആണ്. ഹയർ സെക്കൻഡറി പനങ്ങാട് സ്കൂളിന് വേണ്ടി പഞ്ചായത്ത് മെമ്പർ സുനിൽ പി മേനോനോ പ്രിയപ്പെട്ട PTA മാനേജർ കൂടി അവാർഡ് ഏറ്റുവാങ്ങി. പനങ്ങാട് ഹയർ സെക്കൻഡറി. അഭിനന്ദനങ്ങൾ നേരെയാണ്. അടുത്ത വിദ്യാലയം നമുക്കൊപ്പം ചേരുന്നു. ലെവൽ പബ്ലിക് സ്കൂളിന് വേണ്ടിയിട്ട് ടീച്ചർ HOD മാസ്റ്റർ ഡിപ്പാർട്ട്മെന്റ് ടീച്ചർ എത്തിയിട്ടുണ്ട്. അവാർഡ്. കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത വിദ്യാലയത്തിൽ നിന്നും അധ്യാപകർ എത്തിയിരിക്കുകയാണ്. 100% ഭാരത് വിദ്യാമന്ദിർ മലപ്പാടിന് വേണ്ടിയിട്ട് ടീച്ചർ HM അവാർഡ് ഏറ്റുവാങ്ങി. കൺഗ്രാറ്റുലേഷൻസ്. ടീച്ചറെ സ്വാഗതം ചെയ്യാൻ നമുക്ക് വേദിയിലേക്ക് എത്തിക്കുന്നു. നമുക്ക് ഒരുപാട് പുരസ്കാരങ്ങൾ ഇതിനോടൊപ്പം നൽകാനുണ്ട്. ഒരു സെക്കൻഡ് പോലും ഇടവേളകളില്ലാത്തൊരു പരിപാടി കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു
കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമ്മുടെ അടുത്ത പുരസ്കാരങ്ങൾ നൽകാനുള്ള സമയമായിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് കാവ്യ. വളരെയേറെ സന്തോഷം. അത്രയും നേരത്തെ തന്നെ ഈ ചടങ്ങിന്റെ ഭാഗമായി ഞങ്ങൾക്ക് എല്ലാവർക്കും കാവ്യയെ ഒരു നോക്ക് കാണാൻ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. ആ മനസ്സിന്റെ സന്തോഷം ഞങ്ങൾക്ക് നേടി തന്നവരുള്ള ഒരു ആത്മബന്ധം അദ്ദേഹത്തിനുണ്ട്. മലയാളത്തിൽ മാത്രമല്ല മറ്റു ഭാഷകളിലുടനീളം ചെയ്ത കഥാപാത്രങ്ങളെല്ലാം അത്രത്തോളം ശക്തമാണ്. ഒരു ആക്ടർ എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം ഒരു മികച്ച കലാകാരനാണ്, ഒരു നർത്തകനാണ്. എല്ലാ കഥാപാത്രങ്ങളിലും കാലനാതീതമായിട്ടുള്ള അഭിനയ കുലപതികൾക്കൊപ്പം സ്ക്രീൻ സ്പേസിൽ അത്ഭുതങ്ങൾ തീർത്ത തെന്നിന്ത്യയുടെ പ്രിയങ്കരനായ ഇന്ത്യൻ സിനിമയുടെ തന്നെ അഭിമാനമായിട്ടുള്ള റഹ്മാന്റെ ഒരു വലിയ കൈയടികൾ. മാനവരാശിയുടെ ഉന്മൂലനത്തിന് കാരണമാകുന്ന വിപത്താണ് ലഹരി ഉപയോഗം എന്ന് ഞാൻ തിരിച്ചറിയുന്നു. സാമൂഹിക ജീവിതത്തിന്റെ സ്വസ്ഥത കെടുത്തുന്നതും കുടുംബജീവിതം ശിഥിലമാക്കുന്നതുമായ പുകയില, മദ്യം, പാൻ മസാല, രാസലഹരി പദാർത്ഥങ്ങൾ തുടങ്ങിയ മുഴുവൻ വസ്തുക്കളുടെയും ഉൽപാദനവും വിതരണവും വിൽപ്പനയും ഉപയോഗവും തടയുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഞാൻ മുൻനിരയിലുണ്ടാകുമെന്നും ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ്. 2 പ്രാവശ്യം ക്ഷമ ചോദിക്കുകയാണ്. ഒന്ന് വൈകി വന്നതിനും, രണ്ടാമത്തെ ക്ഷമ നേരത്തെ വന്നതിനും. കാരണം നിങ്ങളൊക്കെ വരുന്നതിനേക്കാൾ മുമ്പ് ഞാനിവിടെ വന്നു, പക്ഷെ നിങ്ങളാരെയും കണ്ടില്ല. അതുകൊണ്ട് എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്തൊക്കെ പോകാൻ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു ഓടി വരുന്നത്. ഞാനും എൻ്റെ സുഹൃത്തായ രമേഷ് വിശാരടി. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഈ 2 ക്ഷമ ഞാൻ നേരത്തെ ഒന്ന് ചോദിക്കുകയാണ്. ഒരുപാട് സന്തോഷം. കാരണം ഈ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പ്രിയപ്പെട്ടവരുടെ കൂടെയുള്ള ഒരു ഒത്തുചേരലിലൂടെയാണ് ഭാവി തലമുറയിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്നവരെ അനുമോദിക്കുന്ന, അല്ലെങ്കിൽ ഭാവി തലമുറയെ അനുമോദിക്കുന്ന ഒരു ചടങ്ങും കൂടിയാണ്. അതിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും CP സാലിക്കയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഒരു വലിയ ചടങ്ങ്, അത് എല്ലാ തരത്തിലും അവിടെ നിന്നും അറിയുന്നതാണ്. ഒരു വലിയ വേദിയിൽ നിന്ന് സാധിച്ചതിന് വലിയ സന്തോഷം. കാരണം ഞാൻ എന്റെ സൂചിപ്പിച്ച പോലെ കുറച്ച് വൈകി വന്നതാണ്. പക്ഷെ അവിടെ നിന്ന് വരുമ്പോൾ ഞാൻ ആദ്യം സ്റ്റേജ് എവിടെയാണ് എന്നുള്ളതാണ്. ഞാൻ നോക്കുമ്പോൾ ബഹുമാനിക്ക പ്രസംഗിക്കുന്നുണ്ട്, പക്ഷെ ആളെ കാണാനില്ല. പുറത്ത് നോക്കിയിട്ടൊന്നും സ്റ്റേജിൽ കാണാനില്ല, ആരെയും കാണാനില്ല. പിന്നീടാണ് ഈ ഒരു ജനസാഗരം എന്ന് പറയുന്നത് പുറത്തു നിൽക്കുന്നവരാണ്, അകത്ത് അതിനേക്കാളും വലിയൊരു ജനസാഗരം ഉണ്ടോ എന്നുള്ളത് തിരിച്ചറിയുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ ജനക്കൂട്ടായ്മയെ ഇത്തരത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ഭംഗിയായി സംഘടിപ്പിക്കുന്ന സംഘാടകരോട് തന്നെ അതിന് വേണ്ടിയിട്ട് വലിയ അഭിനന്ദനം അറിയിക്കുന്നു. കൂടാതെ ഇവിടെ വന്ന വിദ്യാർത്ഥികൾ, അവരോടൊപ്പം വന്നിട്ടുള്ള മാതാപിതാക്കൾ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അഭിമാന നിമിഷം കൂടിയാണിത്. എല്ലാ അർത്ഥത്തിലും ഭാവിയിലേക്കുള്ള വഴിയിൽ ഇത് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു പ്രോത്സാഹനമായി മാറട്ടെ. അതിന് വഴിവെച്ച ഇവിടെയുള്ള സുമനസ്സുകൾക്ക് എല്ലാ അർത്ഥത്തിലും ജീവിത വിജയം ഉണ്ടാകട്ടെ. ഈ സംഘടിപ്പിച്ചവർക്കും കൂടെ നിൽക്കുന്നവർക്കും മുന്നോട്ടുള്ള യാത്രയിലും ഈശ്വരന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകുന്ന ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി CP മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഈ അനുമോദന ചടങ്ങിന് വന്നതിന് ബന്ധപ്പെട്ടുള്ള എല്ലാവർക്കും, എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്കും, വിദ്യാർത്ഥികൾക്കും, നാട്ടുകാർക്കും, മീഡിയ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഈ വേദി തീർച്ചയായിട്ടും നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. എല്ലാവരും സന്തോഷിക്കുക, ആഘോഷിക്കുക. പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട അമ്മയുടെ പ്രിയപ്പെട്ട ചാക്കോച്ചൻ, ഇന്ന് നമ്മളെല്ലാവരും ഇതുപോലെ കാണുന്നതിനും സംസാരിക്കുന്നതിനും എല്ലാം മുഖ്യ കാരണമായ 2 പേര്. ഒന്നൊരു സംഘമാണ്, അത് പഠിച്ച് ഇത്രയധികം മാർക്ക് മേടിച്ച് വിജയിച്ച വിദ്യാർത്ഥിനികൾ. 2, അവരെ ആദരിക്കണം, അവർക്ക് ഒരു അനുമോദനം നൽകണമെന്ന് തീരുമാനിച്ച CP ട്രസ്റ്റ്. ഇവർ 2 പേരും ചേർന്നാണ് ഇന്ന് ഇതുപോലെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. സൗണ്ട് എഞ്ചിനീയർ ഇവിടെ കേൾക്കുന്നുണ്ടെങ്കിലും മോണിറ്ററിന്റെ സ്റ്റേജ് മോണിറ്ററിന്റെ ലെവൽ ഇപ്പോൾ ഉള്ളതിന്റെ കുറച്ചുകൂടി നല്ലോണം ഇരട്ടിയാക്കിയ നന്നായിരുന്നു എന്ന് തോന്നുന്നു. ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ SSLC പരീക്ഷ എഴുതാൻ പോയപ്പോൾ ഒരുപാട് എഴുതണം എന്നെനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കാര്യമായിട്ടൊന്നും എഴുതാൻ എനിക്ക് സാധിച്ചില്ല, പല കാരണങ്ങൾക്കും. അതേപോലെ ഇന്നും വേണമെങ്കിൽ ഒരുപാട് പറയാം എന്നുള്ള ചുറ്റുപാടുണ്ടെങ്കിലും ഒരുപാടൊന്നും പറയാൻ പറ്റുന്ന സാഹചര്യങ്ങളും ചുറ്റുപാടും അല്ല ഇടുന്നത്.
ഞാൻ പഠിക്കുന്ന കാലത്തുമൊക്കെ നമുക്ക് എന്തെങ്കിലും സമ്മാനം കിട്ടാനുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ സമ്മാനം നമ്മുടെ കൈകളിലേക്ക് കിട്ടിയ ആ സമ്മാനം നമ്മുടെ ഹോളിലോ വീട്ടിലോ എവിടെയെങ്കിലും കൊണ്ട് ഭംഗിയായിട്ട് വയ്ക്കുക തുടങ്ങിയതാണ് ഓരോ കുട്ടികളുടെയും ഏറ്റവും വലിയ ആഗ്രഹം. ഇന്ന് അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം തരുന്ന ഒരു ദിവസമാണ്. ഈ പഠനവുമായി ബന്ധപ്പെട്ട ദിവസങ്ങളെ കുറിച്ച് ഓർത്തെഴുതുന്ന സന്തോഷകരമായ ദിവസങ്ങൾ ആലോചിക്കുമ്പോൾ ഈ 1500 കുട്ടികളുടെയും ആ ഒരു ഓർമ്മകളുടെ ബുക്കിലെ പേജിൽ ഇന്നത്തെ ഈ ദിവസം കുറിച്ചു വെക്കും എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മകളുടെ ആ ഒരു പേജിൽ ഞങ്ങളുടെ കൂടെ പേരെഴുതി ചേർത്ത് വെക്കാൻ സാധിച്ചത് ഒരു വലിയ ഭാഗ്യമായി കരുതുന്നു. നന്ദി. ഞങ്ങൾ ഓരോരുത്തരെയും ഈ പരിപാടി വിളിക്കുന്നു. ഈ സാലിക്ക് വിളിച്ചാൽ ഇനിയും ഒരുപാട് ആളുകൾ ഇവിടെ വരാവുന്നതാണ്. അദ്ദേഹത്തിന് അതുപോലത്തെ ഒരു ആത്മബന്ധം ഈ ഇൻഡസ്ട്രിയിൽ പലരുമായിട്ടും ഉണ്ട്. അദ്ദേഹത്തിന് അങ്ങനെ വിളിക്കാവുന്നതാണ്. ഈ ഞാൻ മറ്റൊരു പറഞ്ഞിട്ടുള്ളത് പോലെ അദ്ദേഹം നമ്മുടെ പുറത്ത് എപ്പോഴും കാണിക്കുന്നത് ഒരു സ്നേഹത്തിന്റെ ആധിപത്യമാണ്. അദ്ദേഹത്തിന്റെ വീഡിയോ നിരസിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നുണ പറഞ്ഞൊക്കെ എല്ലാവർക്കും ഒഴിയാവുന്നതാണ്. പക്ഷെ അദ്ദേഹം വിളിച്ചിട്ടുള്ള എല്ലാവരും ഇതിവിടെ എത്തുന്നു എന്നുള്ളത് അദ്ദേഹം നമുക്ക് മുന്നിൽ ജീവിച്ച് കാണിക്കുന്ന ചില മാതൃകകളാണ്. അതിന് അദ്ദേഹത്തെയും ഞാൻ ഈ അവസരത്തിൽ അനുമോദിക്കുന്നു. പുകഴ്ത്തുക എന്ന് പറയുന്നത് അയാളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. അതുകൊണ്ട് ഒരുപാട് ഞാൻ അങ്ങനെ പറയുന്നില്ല. അദ്ദേഹം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ആരും അറിയാതിരിക്കണമെന്ന് അദ്ദേഹം ഓർക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതങ്ങനെ ഇരിക്കട്ടെ. പലരും അവനവന്റെ 10ാം ക്ലാസ് കാലഘട്ടത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ പഠിക്കുന്ന കാലത്ത് 10ാം ക്ലാസ്സിൽ എനിക്കൊരു ഇത്തിരി മാർക്ക് കുറവായിരുന്നു. പിന്നെ അതെനിക്കൊരു വാശിയായി. ഇനി അങ്ങനെ സംഭവിക്കരുത് എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചു. പലരും വിചാരിക്കുന്ന തമാശകൾക്കപ്പുറം ഞാൻ BA കഴിഞ്ഞ് MA കഴിഞ്ഞ് ഇപ്പോൾ CA പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് അഭിമാനത്തോടെ പറഞ്ഞിരിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ഞാൻ വിശ്വസിച്ചിട്ട് കഴിഞ്ഞിട്ടില്ല. ഞാൻ BA മര്യാദയ്ക്ക് കോളേജിൽ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് MA എന്ന് പറഞ്ഞാൽ മിമിക്രി ആർട്ടിസ്റ്റായി. ഇപ്പൊ CA സിനിമ ആർട്ടിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ വേണ്ടിയിട്ട് ലോകം എത്തിയിരിക്കുന്ന ഒരു സ്ഥലം. ഇപ്പോഴെന്ത് കോഴ്സ് പഠിച്ചാലാണ് ഒരു 20 വർഷങ്ങൾക്കപ്പുറം ഈ കോഴ്സിന് ഏറ്റവും കൂടുതൽ പ്രസക്തി ഉണ്ടാക്കുക എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു 200 കൊല്ലം മുമ്പ് മനുഷ്യൻ കൃഷി ചെയ്യാൻ പഠിച്ചാൽ തന്നെ ഒരുതരം സുഖമായിട്ട് ജീവിക്കാം. വ്യവസായ വിപ്ലവത്തിന് ശേഷം നമ്മൾ പലതരത്തിൽപ്പെട്ട ടെക്നിക്കാലിറ്റീസിനെ കുറിച്ചൊക്കെ പഠിക്കുകയും അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ഒരു അവസ്ഥയിൽ ടോട്ടലായിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും മാറുന്നതിന്റെ വേഗത വളരെ കൂടുതലാണ്. 20 വർഷങ്ങൾക്ക് അപ്പുറമുള്ള ലോകത്തെ കുറിച്ച് ഇപ്പോൾ ഇരുന്ന് ചിന്തിക്കുക പോലും നമുക്ക് അസാധ്യമായിട്ടുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ ഈ പഠനം എന്ന വിഷയത്തിലൂടെ നമുക്ക് ഒരുപാട് വിവരങ്ങൾ കിട്ടുന്നു. ബുദ്ധി എന്നത് അതിനപ്പുറത്ത് ഏതോ ഒരു പ്രദേശത്ത് നിന്ന് നമ്മൾ സ്വായത്തമാക്കേണ്ട ഒന്നാണ്. ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ഒരേ പുസ്തകം പഠിച്ച് ഒരേ മാർക്കോട് കൂടി കുറെ എഞ്ചിനീയർമാർ ഇറങ്ങുന്നു. ലോ കോളേജിൽ നിന്ന് വക്കീലന്മാർ ഇറങ്ങുന്നു. മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർമാർ ഇറങ്ങുന്നു. സംഗീത കോളേജിൽ നിന്ന് പാട്ടുകാരിറങ്ങുന്നു. ഒരു 10 കൊല്ലത്തിനപ്പുറം നമ്മൾ നോക്കുമ്പോൾ ഇവരെല്ലാം പഠിച്ചത് ഒരേ പുസ്തകമാണെങ്കിലും ഒരേ മാർക്കുള്ളവരെ തമ്മിൽ താരതമ്യം ചെയ്താൽ പോലും ചില ആളുകൾ അവരുടെ കരിയറിൽ ഒരുപാട് ഉയരങ്ങളിലൊക്കെ ഉണ്ടാവും. മറ്റു ചിലർക്ക് അത്ര എത്താൻ പറ്റിയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. കൃഷ്ണ ഷാസിയ റൈറ്റ് സൈഡിലേക്ക് എത്തിച്ചേരാൻ അഭ്യർത്ഥിക്കുന്നു. അതിനുശേഷം നമുക്ക് CBSE ശ്രദ്ധിക്കുക. CBSE